നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ റോഡുകളിൽ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഇത് കാണുമ്പോൾ പലരും ഇതിനെപ്പറ്റി കൂടുതൽ കേൾക്കുമ്പോൾ അയ്യോ ഇത് ടൊയോട്ട കോളിസ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ടൊയോട്ട കോളിസിൻ്റെ രൂപഭാവങ്ങളാണ് ഈ വാഹനത്തിനുള്ളത്. പക്ഷേ ഇത് കോളിസ് അല്ല. കോളിസ് നിന്നു പോയതിന് ശേഷം വളരെ അടുത്ത കാലത്ത് തന്നെ വന്നൊരു വാഹനമാണിത്. ഇതിൻ്റെ പേര് സൊനാലിക റൈനോ എന്നാണ്. സൊനാലിക എന്ന കമ്പനി നമുക്കറിയാവുന്നൊരു കമ്പനിയാണ്. കേരളത്തിൽ അത്ര സുപരിതമായിരിക്കില്ല, പക്ഷേ എവിടെയൊക്കെ കൃഷിയുണ്ടോ, കൃഷിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തീർച്ചയായിട്ടും സൊനാലിക സുപരിചിതമായ ഒരു പേരാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും അധികം ട്രാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലൊന്നാണ് സൊനാലിക. എന്ന് തന്നെയല്ല 150-ലധികം രാജ്യങ്ങളിലേക്ക് സൊനാലികയുടെ ട്രാക്ടറുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കയറ്റുമതി ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാക്ടർ കയറ്റുമതി സ്ഥാപനം കൂടിയാണ് സൊനാലിക. അപ്പോൾ സൊനാലിക അങ്ങനെ ഒരു 35 വർഷത്തെ ചരിത്രമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിക്കാണ് ഇടയ്ക്ക് ഒരു ആഗ്രഹം വന്നത്, ഒരു മൾട്ടി പർപ്പസ് വാഹനം നിർമ്മിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അവരങ്ങനെ ആലോചിച്ചു, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷേ ഒരിക്കലും ഒരു ഇന്ത്യൻ വണ്ടി, പൂർണ്ണമായും ഇന്ത്യൻ വാഹനമാകരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കോളിസ് ആയിരുന്നു അക്കാലത്ത് ജനഹൃദയങ്ങളിൽ ഓടിക്കൊണ്ടിരുന്നൊരു വാഹനം. പക്ഷേ 2004 കോളിസ് നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ വലിയൊരു ശൂന്യത അനുഭവപ്പെട്ടു. അതിനുശേഷം വന്ന ഇന്നോവയാണ്. ഇന്നോവ ആദ്യകാലത്ത് കോളിസിനോടൊപ്പം വിൽപ്പന നേടുമോ എന്ന് പോലും ആളുകൾ സംശയിച്ചിരുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ കോളിസിനൊരു പകരക്കാരൻ, അതായിരുന്നു കമ്പനി ആഗ്രഹിച്ചത്. അങ്ങനെ നിർമ്മിച്ചെടുത്ത വാഹനമാണ് സൊനാലിക റൈനോ. ഈ റൈനോയുടെ കാര്യത്തിൽ റൈനോ വലിയ വിജയമൊന്നുമായില്ല. ഏതാണ്ട് 9 വർഷത്തിന് ശേഷം ഇത് നിന്നു പോവുകയാണ് ഉണ്ടായത്. എങ്കിലും ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഷേപ്പുള്ള, കൃത്യമായ ഷേപ്പുള്ള ഏതാണ്ട് സ്റ്റോക്ക് കണ്ടീഷനുള്ള ഒരു സൊനാലിക റൈനോ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ശ്യാമും കൂടി നമ്മൾ എറണാകുളത്തൂടെ പോകുമ്പോൾ ഈ വാഹനം പോകുന്നത് കണ്ടു. അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഉടമയുടെ നമ്പർ എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെ ആ നമ്പറിൽ വിളിച്ച് നമ്മുടെ കോട്ടയത്ത് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് താമസിക്കുന്ന സുനിലിൻ്റെതാണെന്ന് മനസ്സിലായി. സുനിലാണ് ഇന്നിപ്പോൾ ഈ വാഹനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ്. ഈ കാണുന്ന കോട്ടയത്തെ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ദേവിവിലാസം ഹൈസ്കൂൾ ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിനി സൊനാലിക റൈനോയുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2004 ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളിലൊന്നായിരുന്ന കോളിസ് അരങ്ങൊഴിഞ്ഞു പോയത്. അതിനുശേഷം 2006 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ആദ്യമായിട്ട് സൊനാലിക റൈനോ അവതരിപ്പിക്കപ്പെട്ടത്. അന്ന് അധികം ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഞാനും ഉണ്ടായിരുന്നു ആ ഒരു ഓട്ടോ എക്സ്പോയിൽ. അന്ന് ശരിക്കും പറഞ്ഞാൽ പാസഞ്ചർ വാഹനങ്ങളുടെ ഒരു തിളക്കത്തിനിടയ്ക്കൊന്നും ഈ വാഹനം കണ്ടില്ല. മൾട്ടിപർപ്പസ് വാഹനങ്ങളൊക്കെ ഒരു മൂലയിലായിരുന്നു, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ വാഹനങ്ങളോടൊപ്പമായിരുന്നു. ആ കൂടെയാണ് ഈ വാഹനവും കണ്ടത്. എങ്കിൽ പോലും കോളിസിൻ്റെ ഏതാണ്ട് ഒരു രൂപം കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു, എന്തായിരിക്കും ഈ സംഭവം എന്നുള്ള കാര്യം. അതിനുശേഷം പക്ഷേ അപ്പോഴേക്കും തന്നെ ഞാൻ കേട്ടത് 2000-ഓളം യൂണിറ്റുകൾ പഞ്ചാബിലും അതുപോലെ ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു വിറ്റ് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് BS2 ആയിരുന്നു ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരു എമിഷൻ നോംസ്. പക്ഷേ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ BS3 വന്നു. അപ്പോൾ എഞ്ചിനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു. അങ്ങനെ പിന്നീട് വന്ന വാഹനങ്ങളിലൊക്കെ BS3 എഞ്ചിനായിരുന്നു വന്നത്. പിന്നീട് BS4 ആകുന്നതിന് മുമ്പേ നിന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ചരിത്രമൊന്നും കാര്യമായ രീതിയിൽ ലഭ്യമല്ല. വളരെ പുതിയൊരു വാഹനമായിട്ട് പോലും ഏതാണ്ട് 20 വർഷം പോലും ആയിട്ടില്ലല്ലോ ഈ വാഹനം വിപണിയിൽ വന്നിട്ട്. എന്തായാലും നമുക്ക് ഈ കോളിസുമായിട്ടുള്ള റിസംബ്ലൻസ് തന്നെയാണ് ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കിയത്. പ്രത്യേകിച്ച് സൈഡ് വ്യൂവിൽ ഏതാണ്ട് കോളിസ് തന്നെയാണ് ഈ ഒരു വാഹനം എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വാഹനം ചില്ലറക്കാരനല്ല എന്നും കൂടി പറയേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊക്കെ വമ്പന്മാരാണ്. ഈ ഒരു സൊനാലിക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാണ കമ്പനികളിലൊന്നാണ്. ഇതിൻ്റെ ഉടമ എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഡൈനാമിക്സ് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിലൊക്കെ ഭാഗഭാക്കായിരുന്നതെന്ന് പറയുന്നത് ലോട്ടസ് എഞ്ചിനീയറിംഗ് ആണ്. ലോട്ടസ് എന്ന് പറയുന്നത് മുമ്പ് ലംബോർഗിനിയുടെ ഉടമകളായിരുന്ന കമ്പനിയാണ്. ലോകത്തിലെ പല വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനങ്ങളുടെ R&Dയിൽ എപ്പോഴും ഹയർ ചെയ്യുന്നൊരു കമ്പനി കൂടിയാണ് ലോട്ടസ്. അപ്പം ലോട്ടസ് എഞ്ചിനീയറിംഗാണ് ഇതിൻ്റെ കുറേയൊക്കെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. കൂടാതെ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് MG റോവറിൻ്റേതാണ്. MG റോവറും സൊനാലികയായിട്ട് ട്രാക്ടറിൻ്റെ കാര്യത്തിൽ ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ കിട്ടാൻ എളുപ്പമായിരുന്നു. അങ്ങനെയുള്ളൊരു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ കൂടി ഘടിപ്പിച്ച് ഏതാണ്ട് ഒരു വിദേശിയാക്കി തന്നെയാണ് ഈ വാഹനം വന്നതെന്ന് പറയാം. എന്ന് തന്നെയുമല്ല, ഡെവലപ്മെൻറ്റിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ, അതായത് ഡിസൈനിങ്ങിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ ഇവർ പിനിൻഫെർന എന്ന് പറയുന്ന ഇറ്റാലിയൻ ഡിസൈൻ ഫേമിൻ്റെ സഹായവും തേടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ കാശ് മുടക്കി R&D ഒക്കെ ചെയ്ത് നിർമ്മിച്ചൊരു വാഹനമാണിതെന്ന് തന്നെയാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ള ലംബോർഗിനിയായിട്ടുള്ള ഒരു കണക്ഷൻ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലംബോർഗിനിയും തുടങ്ങിയത് ട്രാക്ടർ കമ്പനിയായിട്ടാണ്. അതിനുശേഷമാണ് അവർ സ്പോർട്സ് കാറുകളിലേക്ക് വന്നത്. സൊനാലിക ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രാക്ടറിൽ തുടങ്ങുകയും മൾട്ടിപർപ്പസ് വാഹനത്തിൽ എത്തി നിൽക്കുകയുമാണ് ഉണ്ടായത്.
അപ്പോൾ എന്തായാലും ഈ വാഹനത്തിന് ചീത്തപ്പേര് കാര്യമായ രീതിയിലൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്നുണ്ട്. ഇപ്പോൾ സുനിലാണെങ്കിലും പറയുന്നത് സുനിൽ വളരെ ഹാപ്പിയാണ് ഈ വാഹനത്തെ പറ്റി എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 2023 ഈ ഒരു സൊനാലിക കമ്പനിയുടെ MD ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഞങ്ങൾ തിരിച്ച് ഈ ഒരു വാഹനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ആധുനിക അതിന് ചേരുന്ന രീതിയിലൊക്കെ വന്നാൽ വീണ്ടും ഇതൊരു ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് തന്നെയുമല്ല, ഈ വാഹനം നിന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു സമയത്ത് ഒരു ഹാഷ് ബാക്ക് വിപണിയിൽ എത്തിക്കാനും സൊനാലിക ശ്രമിച്ചിരുന്നു. അത് പിനിൻഫയറിനാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. ഇവോ, സൊനാലിക ഇവോ എന്നാണ് കമ്പനി ആ വാഹനത്തിനിട്ട പേര്. അതിൻ്റെ പ്രോട്ടോടൈപ്പ് പോലും നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനിയാണ് സൊനാലിക. തീർച്ചയായിട്ടും വളരെ ആക്റ്റീവായിട്ട് അവർ ഇനിയും ഈ ഒരു വാഹനവുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്ന് പറയാവുന്നത്. അപ്പോൾ നമുക്കിനി വാഹനം ഒന്ന് അടുത്ത് കാണുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഏറ്റവും ആധുനികമായ വാഹനം എന്നുള്ളത് 2008 മോഡലാണ്. 2008 മോഡലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പം റൂഫിലുള്ള AC, ഡ്യുവൽ AC, അതുപോലെ തന്നെ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്കിങ്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് സ്റ്റാൻഡേർഡായിട്ട് ടോപ്പിൻ്റെ മോഡലൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ ഭംഗിയുള്ള ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഇത്രയും ചെരിഞ്ഞിറങ്ങുന്ന ഒരു ബോണറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ്. വാഹനത്തിൻ്റെ ഉയരത്തിന് ആനുപാതികമായിട്ടല്ലാതെ കുറച്ചുകൂടി സ്ലോപ്പായിട്ടാണ് ബോണറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായ വിസിബിലിറ്റി ഉണ്ട്. നല്ല ഒരു സ്മൈലിംഗ് ഫേസ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വളരെ വലിയ ഒരു ബമ്പർ, അതിലാണെങ്കിൽ എയർ ഡാമൊക്കെ വളരെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ നിർമ്മാണ നിലവാരം തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. പക്ഷേ ഇൻറ്റീരിയർ പാർട്സിനെ കുറച്ച് നിലവാരം കുറവാണെന്നൊക്കെ റിവ്യൂസിലൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന റിവ്യൂസിലൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യം തോന്നുന്നില്ല. ഇതിൻ്റെ പെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവരുടെ പ്ലാന്റിലാണ്, സൊണാലികയുടെ ഹിമാചൽ പ്രദേശിലെ പ്ലാന്റിലാണ് ടാറ്റ എയ്സ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് അവരുടെ പെയിൻറ്റ് ബൂത്ത് എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പോലും ആശ്രയിക്കുന്ന ഒരു കമ്പനിയാണ്, പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ആശ്രയിക്കുന്ന കമ്പനിയാണ് സൊനാലിക. അതിൻ്റെ ഒരു പെയിൻറ്റ് ഫിനിഷാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ കോൾസിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം തോന്നിയിരുന്നത്, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വാഹനത്തിൻ്റെ വലിപ്പത്തിന് ആനുപാതികമായിട്ടല്ല അതിൻ്റെ ടയർ സൈസ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ടയർ സൈസ് അല്പം കൂടിയ സൈസാണ് കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വലിപ്പം തോന്നുന്നുണ്ട്. അലോയ് വീല് സ്റ്റാൻഡേർഡായിട്ടല്ല, ഓപ്ഷണലായിട്ട് നമുക്ക് വാങ്ങിക്കാമായിരുന്നു. അതും കൂടി ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു വാഹനം കാണാൻ. എന്തായാലും അത്യാവശ്യം വീൽ ട്രാവലൊക്കെ ഉണ്ട്. അതുപോലെ അല്പം താഴ്ന്ന വീൽ ആർച്ച് കൊടുത്തിരിക്കുന്നു. സൈഡ് ഇൻഡിക്കേറ്ററുണ്ട്. പിന്നെ ഇവിടെ കനത്ത ബോഡി ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡിലെ ഒരു വലിയ വലിപ്പം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ ഡ്യുവൽ ടോൺ എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ വളരെ വ്യാപകമായിട്ടുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് സൊനാലികയിൽ ഒരു പ്രത്യേകതയായിരുന്നു ഡ്യുവൽ ടോൺ ബോഡി എന്ന് പറയുന്നത്. അതും കൊടുത്തിട്ടുണ്ട്. കൂടാതെ റൂഫ് റെയിൽ, അതിനും ഈ പറഞ്ഞ സ്റ്റീൽ അലുമിനിയം ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്ന പോലെയുള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ. സൈഡ് വ്യൂ മിറേഴ്സൊക്കെ ആണെങ്കിലും നല്ല നിലവാരമുള്ളത്. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നു. ഇതൊക്കെ 19 വർഷം മുമ്പ് ഒരു കൊടുത്തു എന്ന് പറയുമ്പോൾ മോശക്കാരെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ സെക്കൻഡ് റോയിൽ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട്. ഇവിടെ വീണ്ടും ഒരു കോർണർ ഗ്ലാസ്. പിന്നെ നല്ല സ്പേസുള്ള തേർഡ് റോ സീറ്റാണ്. സുഖമായിട്ട് കാല് വെച്ചിരിക്കാവുന്ന തേർഡ് റോ സീറ്റുണ്ട്. അതിൻ്റെ ഗ്ലാസ് ഏരിയ ഇത്രയും വലുതാണെന്ന് മാത്രമല്ല, സ്ലൈഡിങ് ഒരു ഗ്ലാസ് വിൻഡോ അവിടെ കൊടുത്തിട്ടുമുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും തരക്കേടില്ലാത്ത രീതിയിലുള്ള വീലർച്ച് കടന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പിൻഭാഗത്തെത്തുകയാണ്. പിൻഭാഗത്തെത്തുമ്പോൾ കോളിസുമായിട്ട് കാര്യമായ രീതിയിൽ നമുക്ക് സാദൃശ്യം തോന്നാം. അതായത് സൈഡ് പ്രൊഫൈലിനും പിൻഭാഗത്തുമാണ് എനിക്കത് കോളിസുമായിട്ട് ഏറ്റവും കൂടുതൽ സാദൃശ്യം തോന്നിയത്. അത് നമുക്കിവിടെ കാണാം. അതുപോലെ ടർബോ ഇൻ്റർകൂളർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സൊനാലിക, ഈ സൊനാലികയുടെ ബാഡ്ജിങ്ങിലും വേണമെങ്കിൽ നമുക്ക് ടാറ്റയും ടൊയോട്ടയും ഒക്കെ കൂടെ ചേർന്ന രൂപം ആരോപിക്കാൻ തോന്നുന്നു. ആ രീതിയിലുള്ളൊരു ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഫിനിഷുള്ളൊരു ഭാഗം ഇവിടെ. അതുപോലെ ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഒരല്പം മോശമായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ. പക്ഷേ നമുക്കൊരു കോളിസിൻ്റെ കാര്യത്തിൽ നമുക്കൊരിക്കലും ഈ ഒരു ക്വാളിറ്റി മോശം എന്ന് പറയുന്ന സംഭവം ഇത്രയും വർഷം കഴിഞ്ഞാലും കാണാൻ സാധിക്കില്ല. അതൊക്കെയാണ് അത്തരത്തിലുള്ള വാഹന നിർമ്മാതാക്കളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം. ഇത് നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. അപ്പോൾ 3 റോ സീറ്റുകളും ഇങ്ങനെ തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഇത്രയാണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നൊരു കാര്യം. കുറവാണെങ്കിൽ പോലും 2-3 പെട്ടികളൊക്കെ മേൽഭാഗത്തേക്കൊക്കെ വയ്ക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഈ സെക്കൻഡ് റോ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ തേർഡ് റോ സീറ്റ്. പക്ഷേ സെക്കൻഡ് റോ സീറ്റ് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. 60-40 അല്ല, 70-30 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഹൈഡ്രോളിക് സംഭവമൊക്കെ പോയിരിക്കുന്ന കേട്ടോ. ഇപ്പോൾ എൻ്റെ തലയിലേക്ക് വീണാൽ ബൈജു എന്നാർ അവസാനമായി അവതരിപ്പിച്ച പ്രോഗ്രാമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് അടച്ചേക്കാം. അടച്ച് ഈ പാനൽ ഗ്യാപ്പുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നല്ല നിലവാരമുണ്ട്. തന്നെയല്ല ടൈൽ ലാമ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ടൈൽ ലാമ്പൊക്കെ വളരെ ഭംഗിയായിട്ട് അതുമായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ടൈൽ ലാമ്പ് ആ കാര്യത്തിലും മോശമല്ല.
അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, നൊസ്റ്റാൾജിക് ഒരു വാഹനമാണിത്. കാരണം കോളിസ് എന്ന് പറയുന്ന ഇന്ത്യ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വാഹനമായിരുന്നല്ലോ. അതായത് ഒരു മൾട്ടി പർപ്പസ് വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മൾട്ടി പർപ്പസ് വാഹനങ്ങളുടെ ഒരു നിലവാരം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വാഹനമാണ് കോളിസ്. അപ്പോൾ കോളിസിൻ്റെ രൂപത്തിൽ, കോളിസിൻ്റെ മരണശേഷം ഈ പണ്ട് പറയല്ലോ, ജയൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ജയൻ്റെ ഷേപ്പുള്ള കുറേ പേര് അഭിനയിക്കാൻ വന്നത് എന്ന് പറഞ്ഞ പോലെ അഭിനയിക്കാൻ വന്ന ഒരു മനുഷ്യനാണ് കോളിസിൻ്റെ മരണശേഷം അഭിനയിക്കാൻ വന്ന കക്ഷിയാണിത്. പക്ഷേ ഒരിക്കലും ജയൻ്റെ ഒപ്പം നിൽക്കാൻ അന്ന് ഭീമൻ്റെ ഒക്കെ വന്നത് അവർക്കൊന്നും സാധിച്ചില്ലെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യവും. പക്ഷേ ഇപ്പോഴും ഇത് ഉപയോഗിച്ച് സ്നേഹിക്കുന്നവരുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നത് ഒന്ന് ഷെവർലെറ്റ് ടവേരയായിരുന്നു, മറ്റൊന്ന് ടാറ്റ സൂമോ, പിന്നെ ഉള്ളത് കോളിസുമായിരുന്നു. എന്തായാലും ആ വാഹനങ്ങളെല്ലാം നല്ല നിർമ്മാണ നിലവാരമുള്ളതായിരുന്നു എന്ന് തന്നെയുമല്ല, സൊനാലിക എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ പേരങ്ങനെ കേട്ട് പരിചിതമല്ലാത്തതുകൊണ്ട് കൂടിയായിരിക്കാം ആളുകൾ ഈ വാഹനത്തെ അത്ര കാര്യമായ രീതിയിൽ ഏറ്റെടുക്കാതെ പോയത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇൻറ്റീരിയർ കൂടി ഒന്ന് കാണാം. ടൊയോട്ട കോളിസിൻ്റെ നിർമ്മാണ നിലവാരവും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഓക്കെ ആയിരുന്നെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഒട്ടും തന്നെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തരത്തിലങ്ങ് ഓടിക്കൊണ്ടിരിക്കുന്നു, AC ഒക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ അപ്പുറത്തെ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നല്ല നിലവാരമുള്ളൊരു മൾട്ടിപർപ്പസ് വാഹനം ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും കോളിസ് കണ്ടപ്പോൾ. നല്ലതിൻ്റെ അപ്പുറത്തേക്കുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, പിന്നെ നല്ല ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനുമായിരുന്നു. പക്ഷേ ഈ വാഹനം വന്നപ്പോഴത്തേക്കും അങ്ങനെ ആയില്ല, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഞാനൊക്കെ ഈ വാഹനം കണ്ടിട്ട് എക്സ്റ്റീരിയർ കണ്ടപ്പോഴത്തേക്കോ കോളിസിൻ്റെ കോപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളാൻ നിൽക്കുമ്പോഴാണ് ഇൻറ്റീരിയർ കണ്ടത്. ഇൻറ്റീരിയർ കണ്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നി. കാരണം ഒരു മൾട്ടിപർപ്പസ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറായിട്ടല്ല നമുക്ക് തോന്നിയത്, വളരെ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ ആയിരുന്നു. മറ്റൊരു കാര്യമുള്ളത്, എല്ലാ വാഹന നിർമ്മാതാക്കളും അവരുടെ ഇത്തരത്തിലുള്ള ഫൈബർ പാർട്സ് എന്നൊക്കെ പറയുന്നതിന് വേറെ ഔട്ട്സൈഡ് വെൻഡേഴ്സാണുള്ളതെങ്കിൽ സൊനാലികയുടെ കാര്യത്തിൽ സൊനാലിക തന്നെ നിർമ്മിച്ച ഫൈബർ പാർട്സൊക്കെയാണ് ഉപയോഗിച്ചതെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് കൃത്യമായിട്ട് വളരെ കാലം ഉപയോഗിച്ചവർക്ക് പറയാൻ പറ്റും. എങ്കിൽ പോലും ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നില്ല. പാനൽ ഗ്യാപ്പുകളൊന്നും അങ്ങനെ കാര്യമായ രീതിയിൽ എവിഡൻ്റായിട്ട് ഉണ്ടെന്ന് പറയാനുമാവില്ല. അപ്പോൾ AC, പവർ സ്റ്റിയറിങ്, പവർ വിൻഡോ, 4 വിൻഡോകളിലും പവർ വിൻഡോ, അതുപോലെ തന്നെ മുകളിൽ AC വെൻറ്റുകൾ, പിന്നെ ഇവിടെ ഒരു സ്ക്രീന്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നൊരു സംഭവമായിരുന്നു കേട്ടോ. ഇതൊക്കെ വലിയ സംഭവമായിരുന്നു ആ കാലത്തുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കളേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഒരു ആഷ് നിറവും അതിൻ്റെ താഴെയായിട്ട് നല്ല ഓഫ് ബീജ് നിറവുമാണ് കൊടുത്തിരിക്കുന്നത്. AC വെൻറ്റുകൾ അങ്ങനെ ഉരുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. താഴെയായിട്ട് ACയുടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ ഹസാർഡ് ലൈറ്റാണ് ഇവിടെ കാണുന്നത്. ഈ മ്യൂസിക്സിൻ്റെ കൂടെ വന്നാണോ എന്നുള്ളത് സുനിലോട് പിന്നീട് ചോദിക്കാം. ഇത് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്, പയനീറിൻ്റെ ആണോ ഉണ്ടായിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കൺസോളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള കൺസോളാണ്. അവിടെ ഇങ്ങനെ വുഡിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. AC കൺട്രോളെല്ലാം അല്പം താഴെയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പഴയ രീതിയിലുള്ള ആസ്ട്രയാണ് ഇവിടെ കാണുന്നത്. ഇത് സിഗരറ്റ് ലൈറ്റർ എന്ന് പണ്ട് വിളിച്ചിരുന്ന സംഭവം. ഇപ്പം പക്ഷേ സിഗരറ്റ് ലൈറ്ററായിട്ടൊന്നും ആരും ഉപയോഗിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗിയർ ലിവർ, അതാണ് കുറച്ചുകൂടി ഭംഗിയുള്ളത്. അതായത് നമ്മൾ കോൾസിൻ്റെ കാര്യത്തിൽ അതിങ്ങനെ ഒരു വടി പോലെ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഭംഗിയാക്കി കുറച്ച് വലിപ്പം കുറച്ച് നിർത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല അത് ലെതർ റാപ്ഡാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറിയ മൊബൈലൊക്കെ വയ്ക്കാനൊരു സ്ഥലമുണ്ട്. കൂടാതെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു ചാർജിങ് പോയിൻ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്റർ ഇവിടെ കൊടുത്തിരുന്നു പറയാം. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. വളരെ നീറ്റായിട്ടുള്ള കൺസോളാണ്, അത് യാതൊരു സംശയമില്ല. കോൾസ് ഒന്നുമല്ല അത്തരം കാര്യങ്ങളിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ മൊബൈൽ ഫോൺ വയ്ക്കാം. പിന്നെ ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാം, അതിനുള്ള പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലൗ ബോക്സ് ആണെങ്കിലും അതിന് ലോക്ക് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ പേർപ്പസൊക്കെ വയ്ക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. കൂടാതെ ഒരു ഫാബ്രിക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡ് വ്യൂ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വടിയാണ് അവിടെ കാണുന്നത്. അത്
മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. ആ വടി കൊടുത്തിരിക്കുന്നു. കൂടാതെ ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിലും വളരെ ഒരു ആധുനിക രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ലോക്ക് മേൽഭാഗത്ത് പഴയ മാരുതി ഏറ്റേണ്ട പോലെ ഒരു നീണ്ടു നിൽക്കുന്ന വടി. കൂടാതെ താഴെയായിട്ട് ഇവിടെ സ്പീക്കറിൻ്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു പൊസിഷനിങ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം നമുക്കൊട്ടും മോശം പറയാനില്ലാത്തൊരു വാഹനമാണ്. പിന്നെ സ്പേസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ സ്പേസാണ്. ഇതിപ്പോൾ ഒത്തിരി മുന്നിലേക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് പിന്നിലേക്ക് മാറ്റിയിട്ട് അത്രയും സ്പേസ് ഉണ്ട്. കൂടാതെ നല്ല സീറ്റിംഗ് പൊസിഷനാണ്, നല്ല ഹൈറ്റുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കോൾസിൻ്റെ പോലെ തന്നെ ആ കാര്യത്തിൽ ഈ വാഹനം നമ്മുടെ മനസ്സ് കീഴടക്കുക തന്നെ ചെയ്യും. വലിയ സ്റ്റിയറിംഗ് വീല്, അതിൽ സൊനാലികയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഇവിടുത്തെ ഫിനിഷൊക്കെ ഉണ്ടില്ല, അതൊക്കെ ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഔട്ട്ഡേറ്റഡ് ആയ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഫിനിഷൊക്കെ പോയി. അത്തരം കാര്യങ്ങളിലൊക്കെ ടൊയോട്ടയുടെ ക്വാളിറ്റി എല്ലാ കാലത്തും നമുക്ക് കാണാൻ സാധിക്കും. അതായത് കോൾസിൻ്റെ കാര്യത്തിൽ ഇവിടേക്ക് വരുമ്പോൾ മീറ്റർ കൺസോൾ ആണെങ്കിലും മിൻ്റെയാണെന്ന് തോന്നുന്നു നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം മിൻ്റയുടെ രീതിയാണ് ഈ നീല നിറം എന്നൊക്കെ പറയുന്നത്, അതായിരിക്കാം. അത് ഇവിടെ കാണുന്നു. സൈഡിൽ വീണ്ടും ഒരു AC വെൻറ്റ്, ഇവിടെ ഇട്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഇതാണ് ഞാൻ ഈ പറഞ്ഞ വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ മുന്തിരിക്കുലകൾക്കിടയിലൂടെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതുമൊക്കെ മിൻ്റയുടേതാണെന്നാണ്. കാരണം മാരുതി ഏറ്റുള്ളത് കണ്ടിരുന്ന പോലെയുള്ള ഈ ഒരു ലിവറാണ് വൈപ്പറിൻ്റെ കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ നല്ല നിലവാരമുള്ളതാണ്. പിന്നെ ഈ ഒരു വിസിബിലിറ്റി ഗ്ലാസ് ഏരിയ, അതാണ് മറ്റൊരു കാര്യം. ഇത്രയും വിശാലമായ ഗ്ലാസ് ഏരിയയിലൂടെ സുഖമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കുമായിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് സെക്കൻഡ് റോ സീറ്റിൽ നോക്കാം. അപ്പോൾ ഇതിന് കയറാൻ വേണ്ടി നല്ല ഹൈറ്റുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി കയറണമെങ്കിൽ അങ്ങനെ കയറാം. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കയറി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് തൈ സപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോഴത്തെ കമ്പനികളെ കൂടി പഠിപ്പിക്കുന്ന ഒരു സീറ്റാണ് എന്നുള്ളതാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ തൈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഉയർന്നിങ്ങനെ വരികയാണ്. അതുകൊണ്ട് തന്നെ കാല് നന്നായിട്ട് ചേർന്നിരിക്കുന്നു, നല്ല സുഖമാണ്. ഈ സീറ്റിന് ഒത്തിരി ബാക്കിലേക്കാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത്രയും സ്പേസേ ഉള്ളൂ. പക്ഷേ ഇവിടെ കാണാമല്ലോ, സ്പേസ് മോശമല്ലാത്ത സ്പേസ് ഉണ്ട്. പിന്നെ അന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മേൽഭാഗത്ത് കാണുന്ന AC വെൻ്റ് ആയിരുന്നു. കണ്ടോ, ഇവിടെ 2 AC വെൻ്റ്, പിൻഭാഗത്ത് ഇവിടെ ഇല്ല കേട്ടോ, പിൻഭാഗത്തേക്കില്ല, തേർഡ് റോസ് ഇല്ല. പക്ഷേ ഈ ഒരു AC വെൻ്റ് തന്നെ പിൻഭാഗത്തേക്ക് നല്ല തണുപ്പ് എത്തിക്കും എന്നുള്ള ഒരു സംശയമില്ല. ഇപ്പോൾ സുനിൽ പറയായിരുന്നു 4 പേർക്ക് പോലും സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. അത്രയധികം കംഫർട്ടബിളായ വീതിയുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും പതിവില്ലാത്തൊരു കാര്യമാണ് പിൻഭാഗത്തേക്കുള്ള ഈ ഒരു ചാർജിങ് പോയിൻ്റ് എന്ന് പറയുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ്, നല്ല ഹൈറ്റ്. അതുകൂടാതെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കൂടുതൽ ഹൈറ്റുള്ളവർക്ക് തല മുട്ടാതിരിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് സുഖമായിട്ട് കൈവച്ച് വിൻഡോ ലൈനിൽ കൈവച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കാൻ പറ്റും. അത്രയധികം വിസിബിലിറ്റി ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്രാബ് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് സ്പ്ലിറ്റ് ചെയ്യാവുന്ന സീറ്റാണ് എന്നുള്ള കാര്യം. പിന്നെ തേർഡ് റോ സീറ്റിലേക്ക് നമുക്ക് ഈ ഒരു സീറ്റ് മടക്കിയാണ് കയറാൻ സാധിക്കുന്നത്. അങ്ങനെ കയറി കഴിയുമ്പോൾ അതുവഴി നമുക്ക് നോക്കിയാൽ കാണാം എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ പോലുള്ള വാഹനങ്ങൾക്ക് ഇത്രയധികം ലെഗ് സ്പേസ് ഉണ്ടെന്ന് പറയാനാവില്ല. തന്നെയല്ല 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുള്ള മറ്റൊരു പ്രത്യേകത. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സുഖമായിട്ട് കൈവയ്ക്കാനൊക്കെ ഉള്ളൊരു ആംറസ്റ്റ് പോലുള്ള ഭാഗവും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ AC എങ്ങാനും ഇടുന്നില്ല എങ്കിൽ വിശാലമായിട്ട് തുറന്നു വയ്ക്കാവുന്ന സ്ലൈഡിങ് ഗ്ലാസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും സുഖമായി ഇരിക്കാവുന്നൊരു വാഹനമാണ്. മറ്റൊരു കാര്യമുള്ളത്, സാധാരണഗതിയിൽ തേർഡ് റോ സീറ്റിലുള്ള വാഹനങ്ങൾക്ക് ഒരു പ്രശ്നം വെച്ചാൽ പിൻഭാഗത്തേക്ക് പ്ലാറ്റ്ഫോം ഉയർന്നു വരുന്നുണ്ട്, കാല് വയ്ക്കുമ്പോൾ നെഞ്ചത്തോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കും. ഇതങ്ങനെയൊന്നുമില്ല, വളരെ ഫ്ലാറ്റാണ് പിൻഭാഗത്തും. അപ്പോൾ വേണമെങ്കിൽ 8 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്നൊരു വാഹനമാണ്. 2, 3, 5, 3, 8 വേണമെങ്കിൽ 9 പേർക്ക് സഞ്ചരിക്കാമെന്നാണ് സുനിൽ പറഞ്ഞത്. ആ രീതിയിൽ ഇൻറ്റീരിയർ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ആംറസ്റ്റ് മാത്രമാണ് പറയാവുന്നത്. എൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നീറ്റാണ്, മൊത്തത്തിൽ ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റാണ്. ഇത്രയും നീറ്റായിട്ടുള്ള സൊനാലിക റൈനോ കാണാൻ ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പൊതുവെ എല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൃത്തികേടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ പെയിൻ്റൊക്കെ മാറ്റിയതായിരിക്കും. പക്ഷേ ഇത് വളരെ ഭംഗിയായിട്ട് സുനിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, സുനിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വാഹനമാണെന്ന് പറയുന്നുമുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി സുനിലിനെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ശ്യാമും കൂടി എറണാകുളത്തോടെ പോകുമ്പോൾ ഈ വാഹനം കാണുകയും പിന്നിൽ എഴുതി വെച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് പരിചയപ്പെടുകയും ചെയ്ത ആളാണ് സുനിൽ. സുനിൽ ടൈൽസിൻ്റെ ഒക്കെ കോൺട്രാക്റ്റാണ്. നമസ്കാരം സുനിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് രാവിലെ വണ്ടി കൊണ്ടുവന്നതിന്. അപ്പോൾ ഞാൻ സുനിലോട് പറയാറ്, എൻ്റെ ഓർമ്മയിലുള്ള സൊനാലിക റൈനോയെ പറ്റിയുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനെനിക്ക് ഒരു ടാക്സി പിടിച്ചപ്പോൾ അത് സൊനാലിക റൈനോ ആയിട്ടാണ് ആൾ വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എൻ്റെ സാറേ എന്നും തലവേദന, ഒരു രക്ഷയില്ല വണ്ടിയെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ സുനിലോട് സംസാരിച്ചപ്പോൾ സുനിൽ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? എത്ര വർഷമായി സുനിൽ എടുത്തിട്ട്? ഞാൻ പഠിച്ചിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളം ആയിട്ട്. 10 വർഷത്തോളം അല്ലേ? 10 വർഷം മുമ്പ് അപ്പം സെക്കൻഡ് എടുത്താണ്. സെക്കൻഡ് എത്ര രൂപ കിട്ടി അന്ന് ആ കാലത്ത്? ഞാൻ അന്ന് മേടിക്കുമ്പോഴത്തേക്കിന് ഒരു 3 ലക്ഷം രൂപ അന്നായി. ഇതിന്റെ വില അന്ന് ഞാൻ അറിഞ്ഞത് പുതിയ വണ്ടി വിറ്റിരുന്നപ്പോൾ 5.5 to 7.7 ഒക്കെ ആയിരുന്നു ഏറ്റവും ടോപ്പിന്റെ കൂടെ. അപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് 10 വർഷം മുമ്പ് എടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അന്നിപ്പം വേണമെങ്കിൽ ഒരു കോളിസ് എടുക്കാമായിരുന്നു അല്ലേ? പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ട് എടുക്കാൻ കാര്യം? അത് അന്ന് ഞാൻ കോളിസും ഒക്കെ പോയി ഓടിച്ചൊക്കെ നോക്കിയതാണ്. പക്ഷേ ഇത് അന്ന് അതിൻ്റെ നമ്മുടെ വീടിന് അടുത്ത ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഓടിച്ച് നോക്കിയപ്പോഴത്തേക്കിന് ഓടിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് കോളീസൊക്കെ നല്ല ഡിമാൻഡുള്ള സമയം. പക്ഷേ അതിനെ കഴിഞ്ഞൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കയറി ഇരുന്നപ്പോഴാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓമിനയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ട് വരെ നമുക്ക് റോഡ് കാണാൻ പറ്റും. ഇതുണ്ടെന്നേ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സീറ്റിംഗ് ഏജ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അതൊരു വലിയ നമുക്ക് നല്ലൊരു പ്രത്യേക സുഖമുണ്ട് അങ്ങനെ ഇരുന്ന് ഓടിക്കാൻ തന്നെ. എങ്കിലും അന്ന് വാങ്ങിക്കുന്ന സമയത്ത് ആരുടെങ്കിലും ചോദിച്ചിരുന്നു, ഉപയോഗിക്കുന്ന ആരുടെങ്കിലും ചോദിച്ചിരുന്നു? ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോഴത്തേക്ക് വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല അഭിപ്രായമാണ്. അവർ ടാക്സി ആയിട്ടൊക്കെ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്, നല്ല അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും കമ്പനിയെ പറ്റി ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത് എന്താണ് ഈ വണ്ടി? കമ്പനിയെ കുറിച്ച് അന്ന് യാതൊരു ആശങ്കയില്ലായിരുന്നു. അന്ന് നമ്മൾ ഹാപ്പിയായിരുന്നു. കാരണം ഇവിടെ 2-3 സ്ഥലത്ത് അടുത്തൊക്കെ ഷോറൂമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു വിശ്വാസം അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഇതിന്റെ കമ്പനിയൊക്കെ ഡൗൺ ആയി. പിന്നെ ആ പടം വലിയ ടെൻഷനായി. പക്ഷെ എന്നിട്ടും 10 വർഷമായിട്ട് ഞാൻ 10 വർഷം ഞാൻ ആ വണ്ടിയോടല്ല. പിന്നെ ഇവർ ഈ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ മിഷനറികളും ബാക്കി സ്പെയറുകളൊക്കെ ഭയങ്കര ഹാർഡാണ്. എല്ലാ സ്പെയറുകളും നല്ല കട്ടി കൂടി നല്ല ബലമുള്ള രീതിയിലൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് തകിട് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. അതുകൊണ്ട് അധികം ഒന്നും മാറ്റേണ്ടി വരില്ല, ഒന്നും മാറ്റേണ്ട വന്നില്ല. നമുക്ക് ഇതുവരെ വലിയ കാര്യമായ പണി ഒരു 10-10,000 രൂപ ഒന്നും മുടക്കണ്ട, അത്രയും വന്നിട്ടില്ല. ഇതിന്റെ സ്പെയർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്ത് ഈ അർക്കാഡിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അതിന്റെ വാതിക്കൽ ഒരു സ്പെയർ പാർട്സ് കടയാണ്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്പെയറാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കൊണ്ട് കാണിച്ചിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് അത് അവർ ഡൽഹിക്ക് മറ്റും അയക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ കൊണ്ട് കിടത്തിച്ച് നാളെ ഒരു 10 മണിയാകുമ്പോൾ 11 മണിയാകുമ്പോഴത്തേക്കിന് ആ സാധനം അവർ എത്തിച്ചു തരും. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇത് എല്ലാ സാധനം സ്പെയർ കിട്ടും, ആർക്കും അറിയാൻ പാടില്ല കേട്ടാ. ചേട്ടൻ എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി, ഞാൻ എത്തിച്ചു തരാം, ഒരു ദിവസം ഡിലേ വരുമെന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് സൊനാലിയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കോട്ടയത്ത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്താണ് ഈ അർക്കാഡിയ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞത്. ഏത് സാധനം വണ്ടി ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ടായിരിക്കും പലരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ അറിയാൻ പാടില്ലായിരിക്കും. അവർക്കൊക്കെ ഇതൊരു നല്ല ഇതാണ്. കാരണം ഏത് സ്പെയറും കിട്ടാൻ സാധിക്കും, ഒന്നിനും ഒരു ഡിലേ വരില്ല. ഇപ്പൊ ഇതിലെ ദീർഘദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ഞാനിത് ഇവിടുന്ന് കർണാടക, പിന്നെ മൂകാംബിക, അതുപോലെ മുരുടേശ്വരം, പിന്നെ തിരുപ്പതി, അങ്ങനെ ഒരുപാട് ദൂരങ്ങളിലൊക്കെ പോകുന്നുണ്ട്. തഞ്ചാവൂര്, ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഒരു 4 ദിവസം തുടർച്ചയായിട്ട് വണ്ടി നിർത്താതെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഇപ്പൊ ആകെ ഓടി കാണും ഇത്? എനിക്ക് ഞാൻ എടുക്കുമ്പോഴത്തേക്കിനാണ് ഒരു 50,000 താഴെ ആണ്ട് ഉള്ളായിരുന്നു. ഇപ്പൊ കണ്ട് ഒന്ന് മിച്ചണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. മൈലേജ് എന്ത് കിട്ടുന്നുണ്ടാവും? മൈലേജ് ഇതിന് പറഞ്ഞ ആരും ചിലപ്പോൾ വിശ്വസിക്കല്ല, അത് ഒരു 17 മൈലേജ് കിട്ടുന്നുണ്ട്. ഈ കമ്പനി പറയുന്ന പോലെ 12.5 അല്ലേ? 17 മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ നമ്മുടെ ഇവിടെ ഉള്ള നാനോ ലൂബ്, അപ്പോൾ അതിങ്ങനെ എൻ്റെ പിള്ളേർ പറഞ്ഞിട്ട് അതുകൂടെ മേടിച്ച് ഒഴിച്ചു ഓയിലൊക്കെ മാറി. അപ്പോൾ കുറച്ചുകൂടെ നല്ല വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ നാനോലുവിനെ കുറിച്ച്. അപ്പോൾ അതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്കൊരു ഒഴിച്ചു നോക്കിയാൽ എന്താ, ഞാൻ അത് മേടിച്ച് ഒഴിച്ചപ്പം നല്ല നേരത്തെ കഴിഞ്ഞ് ഭയങ്കര സ്മൂത്തായി. 500 കിലോമീറ്റർ 600 കിലോമീറ്റർ ഒക്കെ ഓടി കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്തായി. അതിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം അതിനെക്കുറിച്ച്. അപ്പോൾ ഇത് ഈ വണ്ടി കാണുമ്പോൾ ഇപ്പോൾ ഇത്രയും കാലം ഓടിച്ചു നടക്കുമ്പോൾ ആൾക്കാർ ഇത് വണ്ടി ചോദിച്ചിട്ടുണ്ടോ?
ഇത് ഞാനിങ്ങനെ ഓടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കിന് വേറെ വണ്ടിയിലൊക്കെ ചിലരിങ്ങനെ ഇതിൻ്റെ ഒപ്പം ചേർന്ന് വന്ന് എൻ്റെ സൈഡിൽ വന്ന് നിന്ന് ഇങ്ങനെ കൈ കാണിച്ചു, ചേട്ടാ ഈ വണ്ടിയെക്കുറിച്ച് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. തന്നെ പലരും വിചാരിക്കുന്നത് ലോഗോ മാറ്റി ടൊയോട്ടയുടെ മാറ്റിയിട്ട് വേറെ ഏതോ ലോഗോ ഫിറ്റ് ചെയ്താണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം അല്ലേ? അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മേജർ പണി 10 വർഷമായിട്ട് വന്നിട്ടില്ലെന്നോ ഒരു സംഭവം തന്നെയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് കാര്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയ വണ്ടിയാണെങ്കിലും ഇറ്റാലിയൻ കമ്പനികളും UK കമ്പനികളും ഒക്കെ ഇതിന്റെ ഡെവലപ്മെന്റിൽ ഭാഗമായിരുന്നു. എഞ്ചിനാണെങ്കിലും പൂർണ്ണമായി UK റോവറിന്റെ എഞ്ചിനാണ്. അത്രയും പല കാര്യങ്ങളും ചെയ്തിരുന്നു. ബോണറ്റ് പൊക്കി നോക്കിയാൽ അതിന്റെ ഇഞ്ചഭാഗമൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധനം കണ്ടാക്കാന്ന അല്ലേ, ഭയങ്കര വലുപ്പത്തിൽ അതിന്റെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. ആഹാ, ശരിക്കും പറഞ്ഞ ഏറ്റവും പുതിയ വണ്ടികളുടെ പോലെ ഇതിന്റെ ഗിയർ ബോക്സും ഭാഗങ്ങളും ഒക്കെ നമ്മുടെ ട്രാക്ടറിന്റെ ആണെന്ന് എല്ലാവരും പറയുന്നത്. ആയിരിക്കാം, ട്രാക്ടർ കമ്പനി ട്രാക്ടർ കമ്പനിയുടെ. അപ്പൊ അതിന്റെ വലിപ്പം കണ്ടില്ലേ, അതാണ് എഞ്ചിന്റെ ഒക്കെ വലിപ്പം കണ്ടോ, നീറ്റാണ്, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് കേട്ടോ. എഞ്ചിൻ കവറൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ വണ്ടികൾക്ക് കാണാനുള്ളൂ, പഴയതിനൊന്നും എഞ്ചിൻ കവറൊന്നും ഇല്ല. അതുപോലെ ഉണ്ട് എല്ലാം. ഇത് RX ആണ്, ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. RX എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് മോഡലാണ്. കളർ നീറ്റ്. എനിക്ക് തോന്നുന്നത് ഇനി ഇങ്ങനെ ഓടിക്കോളും, ഇത് ഓടിക്കോളും അല്ലേ. പക്ഷെ വിറ്റാലൊന്നും കിട്ടുകയില്ലായിരിക്കും, കിട്ടാൻ സാധ്യതയില്ല. ഇല്ലെങ്കിലും സംഭവമാണ്. നമുക്ക് ഇത് ചതിക്കുകയില്ലെന്നുള്ള ഒരു വിശ്വാസം കൂടി നമുക്കുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ദൂരോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് ലോഡ് ഭരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ വണ്ടിക്കകത്ത് 22 പേരെ കയറ്റിയിട്ടുണ്ട്. 22 പേരെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഈ വണ്ടി അത് പരീക്ഷിക്കാൻ വേണ്ടി കയറ്റിയതാണ്. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇടിച്ചു തള്ളി അട്ടിയിടുന്ന പോലെ കയറ്റി വെച്ചിട്ട് സിനിമയ്ക്ക് പോയി കോട്ടയത്തിന്. അങ്ങനെ കയറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം, അതായത് ഇത്ര ആള് കയറിയാലും കൊള്ളാം, ഈ വണ്ടി കാലിവണ്ടി ഓടുന്ന പോലെയാ. നമ്മളിപ്പോ പൊക്കി പൊടുത്തി പറയുന്നതല്ല കേട്ടോ, കാലിവണ്ടി ഓടുന്ന പോലെയാ. അതായത് ഇപ്പൊ നമ്മളൊരു ചെറിയ ഒരു ഓമിനിയിലൊക്കെ ആണെങ്കിൽ ഒരു പരിധി കൂടുതൽ വെയിറ്റ് കയറിയാൽ നമുക്കറിയാം ഇതിങ്ങനെ താന്ന് കിടക്കുന്ന വെച്ച് വലിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു തോന്നലും നമുക്ക് വരില്ല. ഫുൾ ഇതിലായിട്ട് സാധനം കയറും. അതുപോലെ സാറിന് ഇത്ര പ്രശ്നം ബാക്കി ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബോഡി റോള് ബാക്കി ഇരിക്കുന്നവർക്ക് തോന്നുന്നു, അത് തോന്നാറുണ്ടോ? ബാക്കി ഇരിക്കുന്നവർ അതിനെപ്പറ്റി പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. പെർഫെക്റ്റ് ആണ് അത്തരം കാര്യങ്ങളിലൊക്കെ. ഇതിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ 5-6 ദിവസം തുടർച്ചയായിട്ട് ഓടിച്ചിട്ടുണ്ട്. എന്നാൽ അത്രയും സമയം ബാഗിൽ ഈ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മറ്റ് ഒരു ബുദ്ധിമുട്ടുകളോ അസൗകര്യമായിട്ടോ അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായാലും കൊള്ളാം. അതിലും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന ഒരു വണ്ടിയാണ്. അപ്പം കൂടുതൽ എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് പറയേണ്ടത്. കാരണം ഞാനൊക്കെ പണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൻ്റെ മാഗസിനിലൊക്കെ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് അതിനുശേഷം നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത് വളരെ മോശം ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കാം നിന്ന് പോയത് എന്നൊക്കെ വിചാരിച്ചെങ്കിൽ അങ്ങനെ അല്ലെന്നാണ് ഇപ്പോൾ സുനിൽ പറയുന്നത്. എന്തായാലും ഒരു ഇന്ത്യയിലെ മൾട്ടിപർപ്പസ് വാഹനങ്ങളുടെ ഒരു ഹിസ്റ്ററിയിലെ ഒരു തിളക്കമുള്ള ഒരു സംഭവം തന്നെയാണ് സൊനാലിക റൈനോ. അവരുടെ മുതലാളി പറഞ്ഞത് ശരിയാണെങ്കിൽ തിരിച്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഈ ഷേപ്പിലൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സുനിലെ, രാവിലെ നമുക്ക് വേണ്ടി ഇത്ര നേരം ചിലവഴിച്ചതിന്. അപ്പോൾ ദീർഘകാലം ഇനിയും നമ്മൾ നോക്കണം, ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത് സുനിലായിരിക്കും, ഇത് ആടി കണ്ടാൽ അറിയാലോ. ശരിയോ, ഓക്കെ, സന്തോഷം. അപ്പോൾ സൊനാലിക റൈനോ ഓടിച്ചു തുടങ്ങുമ്പോൾ സുനിൽ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണെന്ന് ബോധ്യപ്പെടും. അതായത് ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ബോണറ്റ് ഉണ്ടെന്നേ തോന്നില്ല. അങ്ങനെ ഒരു സാധനം എത്തി വലിയ നോക്കിയാൽ പോലും കാണാതെ അത്രയും സ്ലോപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് വാഹനം ഓടിക്കാൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഓമ്നി ഓടിക്കുന്ന ഒരു രീതിയാണ്. മുൻഭാഗത്തൊന്നുമില്ല എന്ന് തോന്നുന്ന രീതി. കോളിസിൻ്റെ കാര്യത്തിൽ ഏകദേശം സമാനമായിരുന്നു. പക്ഷേ കോളിസിനേക്കാൾ കൂടുതൽ ബോണറ്റിന് നീളം ഉണ്ടായിട്ട് പോലും നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സുഖം. പിന്നെ സീറ്റിംഗ് പൊസിഷൻ, അമേസിങ് സീറ്റിംഗ് പൊസിഷൻ. അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉള്ള ഗ്ലാസ് ഏരിയ. അങ്ങനെ എല്ലാ തരത്തിലും വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ കംഫോർട്ടും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഫീച്ചേഴ്സുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കോളിസ് ഒന്നുമല്ലാതായിപ്പോൾ ഒരു സംഭവമാണ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ DVD സ്ക്രീൻ, ഇതൊക്കെ ഈ ടോപ്പ് എൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ പാക്കേജിലുള്ളതാണ് ഈ DVD സ്ക്രീൻ. അതുപോലെ 4 പവർ വിൻഡോസ്, പിന്നെ ഫോഗ് ലാമ്പ്, പിന്നെ പവർ സ്റ്റിയറിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ കോളിസിനെ അതിശയിപ്പിച്ചു എന്നുള്ളൊരു സംശയമില്ല. പിന്നെ ബീജ് ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നതും അന്ന് അത്ര പല വാഹനങ്ങളുള്ളൊരു കാര്യമല്ല. ബീജ് ഇൻറ്റീരിയേഴ്സിന് കുറച്ച് കോസ്റ്റ്ലിയാണ് സാധാരണ ഇൻറ്റീരിയറിനേക്കാളും, ബ്ലാക്ക് ഇൻറ്റീരിയറിനേക്കാളും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരം പല കാര്യങ്ങളിലും മുൻപിലായിരുന്നു ഈ വാഹനം. പിന്നെ എന്തുകൊണ്ടാണ് ഈ വാഹനം പരാജയപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് സുനിൽ അതിനെപ്പറ്റി അടുത്ത് പറയുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഡീലേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒട്ടും നല്ല ഡീലേഴ്സ് ഒന്നും അല്ലായിരുന്നു.
കമ്പനി കൊടുക്കുന്ന സ്പെയർ പാർട്സ് ലിസ്റ്റിൽ 600 രൂപയുടെ സ്പെയർ എന്നുള്ളത് വെട്ടി അവർ 1200 ഒക്കെയാണ് കൊടുത്തിരുന്നത്. ആ രീതിയിൽ ഉള്ള ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്ര എളുപ്പമല്ല ഒരു പുതിയ വാഹന നിർമ്മാണ കമ്പനിക്ക് അങ്ങനെ പിഴച്ചു പോകാനെന്നാണ് പറയേണ്ടത്. ഡീലേഴ്സിനെ കൊണ്ടു നടക്കുക, ആഫ്റ്റർ സെയിൽ സർവീസ് നോക്കുക, കാര്യക്ഷമമായിട്ട് കൊണ്ടു നടക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കാം ഈ കമ്പനി ഈ ഒരു വാഹനത്തെ അങ്ങ് നിർത്തലാക്കിയത്. എന്തായാലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. സസ്പെൻഷൻ കിഡിലനാണ്. ഞാനിപ്പോൾ ഇരുന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എത്ര ഗംഭീരമാണ്, ഫ്ലോട്ടിംഗ് സസ്പെൻഷനാണ്. അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോട്ടസ് എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ പല കാര്യങ്ങളും, സസ്പെൻഷൻ ട്യൂണിങ് ആയാലും മൊത്തത്തിലുള്ള ഡൈനാമിക്സ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ ലോട്ടസിൻ്റെ മികവ് എന്ന് പറയുന്നത് ഈ സസ്പെൻഷനിലാണ് ഇപ്പോൾ കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത്. പിന്നെ ഞാനിപ്പോൾ കാല് കൊടുക്കുമ്പോൾ മോശമല്ലാത്ത രീതിയിൽ കയറുന്നുണ്ട്. 16 സെക്കൻഡ്സ് ആണ് അതിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. അത് മോശമല്ലാത്ത രീതിയിൽ കയറുന്നുണ്ട്. തന്നെയല്ല ബോഡി റോളൊന്നും അങ്ങനെ എവിഡൻ്റ് അല്ല, വലിയ തിരക്കേടായിട്ട് തോന്നുന്നില്ല. എഞ്ചിൻ കുറേയൊക്കെ റിഫൈൻഡ് ആണ്. തീർച്ചയായിട്ടും സൗണ്ട് ഉണ്ട്. അത് ഈ NBS ലെവലുകളുടെയൊക്കെ ഒരു പ്രശ്നമായിരിക്കാം. എങ്കിൽ പോലും എഞ്ചിൻ സ്മൂത്താണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഗിയർ ഷിഫ്റ്റുകൾ വളരെ സ്ലീക്കാണ്. ഗിയർ ലിവർ ഒന്നും അനങ്ങുന്ന പോലും ഇല്ല. സാധാരണഗതിയിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ടാറ്റ സുമോയൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ. ഇതിനങ്ങനെ വിറയലൊന്നുമില്ല. ഗിയർ ലിവറൊക്കെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു. എല്ലാ പാർട്സുകളുടെ ഒരു നിർമ്മാണ നിലവാരം നേരത്തെ സുനിൽ എടുത്തു പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കോൾസ് എന്ന് പറയുന്ന ആ ഒരു വാഹനം നിർത്തലാക്കിയിട്ട് ഇന്നോവ വന്നപ്പോൾ ആരും ആദ്യം അങ്ങോട്ട് ഏറ്റെടുത്തില്ല. കാരണം കോൾസിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു കോമ്പാക്ട്നെസ് ഉണ്ടായിരുന്നൊക്കെ മാറിയിട്ട് ഇന്നോവ എന്ന് പറയുന്ന വലിയൊരു വാഹനത്തിലേക്ക് വന്നപ്പോൾ ഇത് വിജയിക്കുമോ എന്ന് പലർക്ക് സംശയം തോന്നി. ആ സമയത്താണ് ഈ വാഹനം വന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ 2000-ഓളം യൂണിറ്റുകൾ ഇവർക്കത് വിൽക്കാൻ സാധിച്ചത് പഞ്ചാബ് സൈഡിലും മറ്റും. പക്ഷേ ഇവരുടെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റാണ് ഇവർ ഹിമാചൽ പ്രദേശിൽ സ്ഥാപിച്ചത്. അതിൽ 24,000 റൈനോകൾ ഒരു സമയത്ത് നിർമ്മിക്കാവുന്ന അത്രയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി ഒരു അസംബ്ലി ലൈനൊക്കെയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ടാറ്റ ഏസ് പോലുള്ള കമ്പനികളുടെ പെയിൻ ബൂത്ത് അടക്കമുള്ളതൊക്കെ അവിടെയാണ്. അത്തരത്തിൽ വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് ഇവർക്ക് അവരുടെ പ്ലാന്റുകളെല്ലാം തന്നെ. അത് ട്രാക്ടറിൻ്റെ ആയാലും റൈനോയുടെ ആയാലും. തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് വാഹനങ്ങൾ BS2-ലാണ് വന്നത്. BS2 എമിഷൻ നോംസ് ആണ് മീറ്റ് ചെയ്തത്. അത് 75 BSP ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു എഞ്ചിൻ്റെ പവറിങ്ങിൽ. പിന്നീട് BS4-ലേക്ക് എത്തിയപ്പോഴത്തേക്ക് 120 BSP ആയിട്ട് മാറി. അതുപോലെ തന്നെ 285 ന്യൂട്ടൺ മീറ്റർ ആയിട്ട് മാക്സിമം ടോർക്ക് മാറുകയും ചെയ്തു. ആദ്യകാലത്ത് ഈ ടയർ 2, ടയർ 3 സിറ്റികളിലൊക്കെയാണ് ഇവർ ഈ ഒരു BS2 വേരിയൻറ്റ് വിറ്റുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഒരു BS4-ലേക്ക് വന്നപ്പോഴത്തേക്കും കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് മാറി, കുറേ കൂടി പവർഫുള്ളായിട്ട് മാറുകയും ചെയ്തു. എഞ്ചിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 1994 cc, അതായത് 2 ലിറ്റർ എഞ്ചിനാണ്. ഈ ഒരു മാക്സിമം പവർ ഇടുന്നത് 4200 RPM-ലാണ്. മാക്സിമം ടോർക്ക് ഇടുന്നത് 2400 RPM-ലുമാണ്. സസ്പെൻഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡബിൾ വിഷ്ബോൺ ടൈപ്പാണ് ഫ്രണ്ടിൽ. പിൻഭാഗത്ത് സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിങ്ങും കൊടുത്തിരിക്കുന്നു. ഏതായാലും ഗംഭീരമായ സസ്പെൻഷൻ ആണ് പറയേണ്ടത്. അതുപോലെ വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ, പിൻഭാഗത്ത് ഡ്രം ബ്രേക്ക്. ഇതെല്ലാം ഞാൻ ടോപ്പ് എൻഡിൻ്റെയാണ് പറയുന്നത്. വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള നീളം 4430 mm ആണ്. അതുപോലെ ഹൈറ്റ് 1885, ഗ്രൗണ്ട് ക്ലിയറൻസ് 170, വെയ്റ്റ് 1710 കിലോഗ്രാം. അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമുക്ക് ഡയമെൻഷൻസ് ആയിട്ട് പറയാവുന്നത്. എന്തായാലും വളരെ സ്റ്റേഡി ആയിട്ടുള്ളൊരു വാഹനമാണ്. നമ്മളിപ്പോൾ ഓടിച്ചു പോകുമ്പോൾ തന്നെ എൻ്റെ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അറിയാമല്ലോ, അന്നത്തെ കാലത്ത് അങ്ങനെ എയർ ബാഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം കൊണ്ട് തന്നെ നമുക്ക് വളരെ വളരെ സേഫായിട്ടുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. എന്തായാലും എൻജിൻ അമേസിംഗ് ആണ്. നല്ല റെസ്പോൺസ് ഉള്ള എൻജിനാണ്. നമ്മൾ കാലോടുമ്പോൾ നന്നായിട്ട് കയറുന്നുണ്ട്. എത്ര വർഷം പഴക്കമുള്ള വാഹനമാണെന്ന് ആലോചിക്കുക. 2008-ലെ വാഹനമാണ്. പക്ഷേ അത്തരത്തിലുള്ള മടുപ്പ് അല്ലെങ്കിൽ എൻജിന് സംഭവിച്ചിരിക്കുന്ന ക്ഷീണമൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. പിന്നെ സസ്പെൻഷൻ രണ്ടും ഗംഭീരമാണ്. സീറ്റിംഗ് പൊസിഷൻ ഗംഭീരമാണ്. എന്തായാലും വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ വാഹനം തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ മൾട്ടിപർപ്പസ് വാഹനങ്ങളുടെ വിപണി എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ മൾട്ടിപർപ്പസ് എന്ന് പറയുന്നത് ഇപ്പം കിയ കാരൻസ് ഒക്കെ പോലുള്ള വാഹനങ്ങളാണെങ്കിലും അതിനൊക്കെ കുറച്ചുകൂടി ഒരു സെഡാൻ ലൈക്ക് ഫീലാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു പക്ക മൾട്ടിപർപ്പസ് വാഹനമാണ്. ഈ ഒരു ടവേരയും അതുപോലെ തന്നെ കോൾസും ഒക്കെ പോലെ തന്നെ. അപ്പോൾ ആ ഒരു ഗണത്തിലേക്കൊരു വാഹനം ഇപ്പോൾ ഇല്ല എന്നുള്ള സത്യമാണ്. ആ ഒരു കുറവ് നികത്താൻ തീർച്ചയായിട്ടും റൈനോ തിരിച്ചു വരികയാണെങ്കിൽ സാധിക്കും.